വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ CPI സുപ്രീം കോടതിയെ സമീപിച്ചു. SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഹർജി സമർപ്പിച്ചത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകാൻ. അരവിന്ദ്, CPI ഒറ്റയ്ക്കാണോ ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്? നേരത്തെ കോൺഗ്രസും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമൊക്കെ മറ്റു രീതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ടല്ലോ. നൗഫൽ, വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ CPI കൂടി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. SIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമാണ് ഈ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസ് അതുപോലെ തന്നെ CPM സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ ദിവസം ഈ ഹർജികൾ സുപ്രീം കോടതിയിൽ പരാമർശിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPIയുടെ ഹർജിയും അന്ന് തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഈ SIR നമുക്കറിയാം കേരളം അടക്കമുള്ള 12 ഇടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ SIR പുരോഗമിക്കുന്നത്. ബംഗാളും അതുപോലെ തന്നെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയെ SIRനെതിരെ സമീപിച്ചിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളം സുപ്രീം കോടതിയെ ഇപ്പോൾ SIRുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നത്. SIR ഇത്തരത്തിൽ തിരുക്കപ്പെട്ട SIR നടപ്പിലാക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് BLOമാർക്കടക്കം വലിയ രീതിയിലുള്ള സമ്മർദ്ദം നൽകുന്നുവെന്നും കേരളം ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഇപ്പോൾ CPI കൂടി സുപ്രീം കോടതിയിൽ SIRനെതിരെ സമീപിച്ചിരിക്കുകയാണ്.